ഇപ്പൊ ദുനിയാവ് മാത്രമല്ല, ഇയാളുടെ മോൻ എന്റെ നാട്ടിൽ മൂന്നാമത്തവന്റെ ഒടുക്കത്ത് ഒരു കെട്ടുകെട്ടി. എന്റെ നാട്ടിൽ കണ്ണൂരിൽ. അറിയണം നിങ്ങൾ എങ്ങനെയാ കെട്ടിയത്. ഇതൊക്കെ ഞാനിത് പറയുന്നത് വിശ്വസിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തെ വഞ്ചിക്കരുത് എന്നുള്ളത് കൊണ്ടാണ്. ഞങ്ങൾക്കതിനാവില്ല. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പറയുന്നതേ പ്രവർത്തിക്കൂ, പ്രവർത്തിക്കുന്നതേ പറയൂ. ഇതെന്താ കണ്ണൂരിലെ പൊറത്തിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത്, പൊറത്തിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കല്യാണം കാശ്മീരിൽ കഴിച്ചു, ഒന്നിവിടെയും കഴിച്ചു. മൂന്നാമത്തവന്റെ ഒടുക്കത്തെ കെട്ട് കണ്ണൂരിലും കെട്ടി. എങ്ങനെയാ കെട്ടിയത്? ഭാര്യ വീട്ടിന്റെ സുഖത്തിന് വേണ്ടി ആയിരിക്കാം. അവിടെ പുറത്തിയിൽ കമാൽ മാസ്റ്റർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ആളുടെ മകളെ, ഈ കുട്ടി അവിടുന്ന് തന്റെ മോനെ ചേർക്കാൻ പോയതാ മർക്കസിൽ. കുറച്ച് കാണാനൊക്കെ കൊള്ളാം. അവിടുന്ന് ഇന്റർനെറ്റിൽ അവിടുന്ന് ചാറ്റിങ് തുടങ്ങി. അവസാനം ഇവൾ ഭർത്താവിനെ വേണ്ടെന്ന് പറഞ്ഞു. അവിടെയാണ് അള്ളാഹുവിന്റെ വിധിയെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ ഭയപ്പെടുക എന്ന് ഞാൻ പറയുന്നത്. അവിടുന്ന് വേണ്ടെന്ന് പറഞ്ഞു. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തവൻ, സ്വത്തുണ്ടാക്കി കൊടുത്തു, സ്വത്ത് വാങ്ങിക്കൊടുത്തു, വീട് വെച്ചു കൊടുത്തു, ഫ്ളാറ്റ് വാങ്ങിക്കൊടുത്തു, കച്ചവട സ്ഥാപനങ്ങൾ ഇവരുടെ പേരിൽ. കല്യാണം കഴിച്ചു വരുമ്പോഴുണ്ടായിരുന്ന സ്വർണത്തിനും അപ്പുറത്ത് 80 പവൻ ഈ ചെറുപ്പക്കാരൻ വാങ്ങിക്കൊടുത്തു. ഇതെല്ലാം കയ്യിൽ വെച്ച് ഒരു ദിവസം ഭർത്താവിന് വേണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് മധ്യസ്ഥം നടന്നു. അവസാനം ഈ പെണ്ണെന്നെ പറഞ്ഞു മർക്കസിൽ വെച്ച് മധ്യസ്ഥം നടത്താം. മർക്കസിൽ വെച്ച് മധ്യസ്ഥം പറഞ്ഞു. ഇയാൾ എന്താ പറഞ്ഞത്? വീട് ഇവൾക്ക്, ബാക്കിയെല്ലാം തിരിച്ചു കൊടുക്കുക, എന്നിട്ടോ തലാക്കും കൊടുക്കുക. അന്ന് തലാക്ക് കൊടുത്തു. 4ാമത്തെ ദിവസം അവിടുന്ന്, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കുന്നമംഗലത്ത് ഒരു ദിവസം 1 മാസമാണോ? മായശ്ശറിയിൽ അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. മായശ്ശറിയാണോ കുന്നമംഗലം? മായശ്ശറിയാണോ കുന്നമംഗലം? 4ാമത്തെ ദിവസം തലാക്ക് ചൊല്ലിയതിന് 4ാമത്തെ ദിവസം വന്നു. പ്രിയപ്പെട്ടവരെ, ഈ പെണ്ണിന് നിക്കാഹ് കഴിഞ്ഞു ചെയ്തു. എന്നിട്ടോ ആദ്യത്തെ ഭാര്യ പിണങ്ങിപ്പോയി. പിണങ്ങിപ്പോയപ്പോ ബാപ്പ പറഞ്ഞു കയറണമെങ്കിൽ അത് ഉപേക്ഷിക്കണം. ഞങ്ങളുടെ ഒരു ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി അവിടെ ഇടപെട്ട് കഴിഞ്ഞ ആഴ്ച പ്രശ്നം തീർത്തത്. 25 ലക്ഷം ഉറുപ്പിക കൊടുത്തു. അതിനെയും തലാക്ക് ചൊല്ലി. ഇപ്പൊ പെണ്ണിന് ഭർത്താവുമില്ല, കയ്യിലുണ്ടായിരുന്നതുമില്ല, പറക്കുന്നതിനെ പിടിക്കാൻ പോയി പറക്കുന്നതുമില്ല. ഇത് ദുനിയാവിന്റെ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് ആ പെണ്ണിന് കിട്ടിയത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത്തരം ആളുകളെ പിൻപറ്റി നടക്കുന്ന ആളുകൾ ഇപ്പൊ പകലാണെന്ന് പറഞ്ഞാൽ അതെ എന്ന് പറയുന്ന ആ വ്യവസ്ഥയോട് സലാം ചൊല്ലി പിരിയേണ്ട സമയമായി.